ഞാനും എൻ്റെ പപ്പായും. ഹലോ ഗായ്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ പപ്പായും കൂടി കുറച്ച് പരിപാടിയിലാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചെടിയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കണം. അപ്പോൾ ഇതാ നോക്കിക്കോ, കുറേയൊക്കെ ഞങ്ങൾ വെട്ടി. അപ്പോൾ ഇനി ഈ ചെടി ഉണ്ടല്ലോ, ഈ ചെടി ഇത് നല്ലൊരു ചെടിയല്ലേ, ഇത് അവിടെ നിന്ന് പിഴുത് വേറെ സ്ഥലത്ത് വെക്കണം. ഈ ചെടി ഞാൻ കുറച്ച് വെട്ടി ഷേപ്പാക്കി, അതിൻ്റെ ബാക്കി എൻ്റെ പപ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് പണിയൊക്കെ ചെയ്യട്ടെ. കുറേ ചപ്പിടുന്ന വരാനുണ്ടല്ലേ അവിടെ. വെട്ടിയതൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഓ, ഇനിയുണ്ടല്ലോ അതിൻ്റെ അടിവശം വെട്ടാൻ. വെട്ടിയിട്ടതായിരിക്കും. ഈ ഓമയുടെ അല്ലേ, നിറയെ പോച്ചയാണ് കൂടുതലും കേട്ടോ. മഴ പെയ്താലുള്ള പ്രശ്നം ഇത്, അതൊക്കെ കളയാൻ പാടാം. ഇന്നെങ്കിലും ഇച്ചിരി വെയിൽ വന്നാൽ മതിയായിരുന്നു. വെയിൽ വരുമോ ഇന്നലെ അധികം വെയിലില്ലായിരുന്നല്ലോ. ഞാൻ വെയിലിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവിടെ വന്നപ്പോൾ വെയിലുമില്ല, മഴ. ഒരു ദിവസം വെയിലുണ്ടായിരുന്നു, 2 ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര പണിയിലാണ് ഞങ്ങൾ. രാവിലെ ഞങ്ങൾ നടക്കാനൊക്കെ പോയി വന്നിട്ട് ഇതാണ് പരിപാടി. ഇന്നൊരു ചെടിയൊക്കെ നട്ട്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അറിയാം ഈ ചെടിയൊക്കെ ഇങ്ങനെ. എല്ലാം ഞാൻ നട്ടതാണ് കേട്ടോ, ഇതെല്ലാം ഞാൻ പോയപ്പോൾ നട്ടതാണ്. ഈ ചെടിയെല്ലാം ഇതെല്ലാം കിളിച്ചു. പിഴുതോ, നമ്മൾ പിഴുതെടുത്തു. അവസാനം നമ്മുടെ ചെടി പിഴുതെടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് കൊണ്ടുപോയി റീലൊക്കേറ്റ് ചെയ്യണം, വേറെ എവിടെയെങ്കിലും വെക്കണം. ചോദിക്കണം. എന്താ പൊനമുണ്ടോ? അയ്യോ, എവിടെ കർത്താവേ. അവരുടെ മതിലിൻ്റെ അടിയിലായിട്ടല്ലേ. അമ്മച്ചി, ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല. ചേരയെങ്ങാണ്ട് വല്ലപ്പോഴും ഒരു ദിവസം അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്നാമത് ഇപ്പം മൂർക്കം പാമ്പിൻ്റെ സീസണാണ്. പിന്നെ ഇതൊരു മുളങ്കാടാണല്ലോ. ഇവിടെ പിന്നെ രാജവെമ്പാലയൊന്നുമില്ല. ഈ മുളങ്കാട്ടിലൊക്കെയാണല്ലോ ഈ പാമ്പ്, പ്രത്യേകിച്ച് രാജവെമ്പാല വീട് വെക്കുന്നത്. അതെന്തായാലും പേടിക്കണ്ട. കേരളത്തിൽ വന്നാൽ എൻ്റെ മനസ്സിലെപ്പോഴും പാമ്പാണ് ചിന്ത. കാട് കാണുമ്പോഴേ പാമ്പാണ് എൻ്റെ മനസ്സിലെല്ലാം. സൂക്ഷിച്ച് വേണേ വെച്ചാൽ. അത് പൊനം തന്നെയാണോ? അത് എലിയുടെ പൊനമായിരിക്കും അല്ലേ? പക്ഷെ പൊനമല്ലാന്ന് തോന്നുന്നു, ഇച്ചിരി ഇളകിയതാ, പൊനമല്ല. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് മാന്തി കൊണ്ടുവന്ന് ഇതെല്ലാം മാറ്റാം. മൊത്തം മാറ്റാം. അവിടെ കിടക്കട്ടെ. കുറേ ഉണ്ടല്ലോ. ഇതെന്തോ ഒരു സംഭവം. ഈ പച്ച ഇതിനകത്ത് ചുമ്മാ കാട് പോച്ചയല്ലേ, ചെടിയൊന്നും അല്ലല്ലോ. ചെടിയാണോ? ഏത്? വെള്ളപ്പൂവിൻ്റെ ചെടിയാണോ? ഓക്കെ. പൊനല്ല കേട്ടോ, പൊനല്ല.
നമ്മുടെ ഓമയ്ക്ക ഇവനെ പിച്ചാൻ സമയമായി വരുന്നു. ഈ ചെടി, ഇത് ചെടിയല്ല, ഒരു മരമാണ്. ആർക്കെങ്കിലും ഊഹിക്കാമോ ഇതെന്താണ്? പക്ഷേ ഇത് നമ്മൾ നട്ടപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തുവാണ് സംഭവം. ഞാനാണ് നട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവിടെ വന്നപ്പോഴത്തേക്കിന് നട്ടിട്ട് പോയതാണ് അല്ലേ. അന്ന് ചെറുതായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു ഇതെന്തുവാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പുളിയാണ്. ഓക്കെ, എവിടെയും നമുക്കില്ല ടവർ കാണാം. ഭയങ്കര കാടാവുമല്ലോ ആ വെള്ളപ്പൂവിൻ്റെ ചെടിയെ, ഭയങ്കര കാടാവും. ഒരു പണിയല്ലേ. ഇനി ഇവിടെ കുറേ വേറെ പോച്ച എല്ലാം ചെത്താറുണ്ട്. നാളെ കുറച്ച് പണിക്കാർ വരും, ഇവരെല്ലാം ചെയ്യും. പോച്ചെല്ലാം മാറ്റി കുറച്ച് പരിപാടിയുണ്ട്. ഓ നടി നോക്ക്. കൂടുണ്ടാക്കാം. ഇതിൻ്റെ വേരെല്ലാം തെളിഞ്ഞല്ലോ ഈ ചെടിയുടെ. ഇതാ നോക്ക്, നമ്മുടെ പുളിമരം. പുളി 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 പുളി. ഇനിയുണ്ട്. ഞാൻ ചെയ്യണോ? ഞാനും എൻ്റെ അപ്പനും കൂടെ കൂടുതലും ഇവിടുത്തെ ചെടി പരിപാടികൾ. എല്ലാം നനഞ്ഞ് വെക്കും. ഇത്രയും പോച്ച് ഇതെല്ലാം മാറ്റണം ഇവിടുന്ന്. ഇത് നമ്മുടെ പേരയ്ക്കാമരമാണ് കേട്ടോ. ഇതും ചെറുതായിരുന്നു, ഞാൻ ഓണത്തിന് വന്നപ്പം വലുതായി. ഗോവ ട്രീ. ഇതിനകത്ത് പേരയ്ക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതൊക്കെ ഉണ്ട്, പൊട്ട. പക്ഷെ ഇവിടെ ഒരു ചെറുതുണ്ട്, പക്ഷെ ഇത് കണ്ടോ, പക്ഷെ ഇത് പൊട്ട. നമ്മൾ പുതിയ ചെടിയല്ല, മറ്റിടത്തുനിന്ന് മാറ്റിയ ചെടി വയ്ക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവിടെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു, നടുക്കായിട്ട് ഇവിടെ ഫ്രണ്ടിൽ. അപ്പോൾ അതിനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഴിക്കാമെന്ന് പറഞ്ഞേ, കാരണം എൻ്റെ പപ്പായ്ക്ക് സുഖമില്ലാത്തത്. അപ്പം ഒത്തിരി ഇങ്ങനെ കിളയ്ക്കുന്നതൊക്കെ ഇച്ചിരി സൂക്ഷിക്കണം. ഞാൻ കുഴിക്കാം. ഇത്ര മതിയോ? എനിക്ക് പിടിച്ചേ അതിങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഞാൻ കൂടെ എടുക്കാം. തടവില്ലല്ലോ ചെടി വയ്ക്കാനുള്ള. ഇതെന്തോത്തിൻ്റെ പേരാ? പേരടയോ? ഈ പേരയുടെ പേരെല്ലായിടത്തും. ഇത് ഭയങ്കര സ്ട്രോങ്, വരത്തില്ല. ഓക്കെ പറ്റോ? നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. നമ്മുടെ അങ്കിളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ ഈ ചെടി. ഇത് പക്ഷെ ഒത്തിരി പൊക്കം വയ്ക്കുമെന്ന് തോന്നുന്നു. നീ കുഴിക്കണോ? വേരിളകി.
ഓക്കെ, അതാ മാന്തി വെച്ചിട്ടേ നീക്ക്. ഞാനാണ് വെക്കാൻ പോകുന്നത്. എല്ലാ ചെടികളും ഞാനാണ് വെക്കുന്നത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇത് ഞാൻ വെക്കുകയാണ്. ഓക്കെ, പക്ഷേ അതിനടിയിൽ കുറച്ച് വേറെ ഏതാണ്ടൊക്കെ സംഭവങ്ങൾ കിളിച്ച് ഇതൊക്കെ മാറ്റട്ടെ. എന്നിട്ട് നമ്മൾ വളമോ? ഇനി വളം എടുക്കാൻ പോകും. വളം ഇട്ടിട്ട് വരട്ടെ. നമുക്കിവിടെ ഒരു ചെറിയ മാവുണ്ട് കേട്ടോ. ഇത് അധികം പൊക്കം വയ്ക്കാത്ത മാവാണ്. ഇതിവിടുന്ന് മാറ്റിയാലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുക. കാരണം ഇവിടെ ഒരു പേര, ഇനി ഇപ്പുറത്തൊരു പേര. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് വെയിൽ കിട്ടുന്നില്ല. വെയിൽ കിട്ടാത്ത കാരണം ഇത് ശരിക്കും അങ്ങോട്ട് വളരുന്നില്ല. പിന്നെ അതിനനുസരിച്ച് പൂപ്പലൊക്കെ വരുന്നുണ്ട്. വളം ഇടുന്നു. വളം ഇതെന്ത് വളമാണ്? ആണോ? അത് മതിയോ? ഞാനത്തെ ചാണകപ്പൊടി എടുക്കാൻ പോയതാണ്. ഇത് നല്ല ചെടിയാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ ഓർത്ത് ഇത് കുറച്ചുകൂടെ വളരും. ഇതെല്ലാം ഞാൻ വെച്ചതാണ്. ഓണത്തിന് വന്നപ്പം കുറേ ചെടി വെച്ചിട്ടാണ് പോയത്. കുറേ വളം കൊണ്ടുവന്നിടുക. പക്ഷേ ഈ ഇങ്ങനത്തെ ചെടിക്കൊക്കെ വളം വേണോ ഒത്തിരി? ആണോ? ഞാൻ വെക്കാം. അതെ, എനിക്കുള്ള ഇത് കറക്റ്റ് ഇതിൽ വെക്കണം. ഇതാ വെച്ചു. ഐശ്വര്യമായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. നല്ലതായിട്ട് വളരട്ടെ. ഇനി ചവിട്ടി ഉറപ്പിക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടെ. നമ്മുടെ ചെടി വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ മണ്ണില്ലേ ഇടാൻ. അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി ചരിവുണ്ട്. ഓക്കെ, ഓക്കെ. ഈ ചെടി ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് അല്ലേ? ഇച്ചിരി വെയിലും കൂടെ കിട്ടും അതിന്. കാരണം മറ്റേടത്ത് അതിന് അധികം വെയിൽ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ അത് നല്ലതായി. ഓക്കെ, അതത്രയേ ഉള്ളൂ. ചെറിയൊരു തടം എടുക്കുവാണേ. വെള്ളമൊക്കെ ഒഴിക്കണ്ടേ അപ്പോൾ. പക്ഷെ നാളെ ഇവിടെ ഈ സ്ഥലത്ത് കുറച്ച് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പം ചെടിയൊന്നും നശിപ്പിക്കായിരുന്നു ആദ്യം. വെയിൽ വന്നല്ലോ. നോക്ക്. ഇതിവിടെ വെച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ. വഴിയല്ല, ഈ പൂ കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് ചെടിയാണോ? ഇത് ഈ രസമുണ്ട് ഇത് കാണാൻ. ചെടിയാണോ? വാവ്, ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതിൻ്റെ കളർ കൊള്ളാമല്ലേ ഗായ്സ്? ഇത് ചെടിയാണ് കേട്ടോ. ഇപ്പോഴാണ് എൻ്റെ ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, ഇത് ചെടി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ചെടിയാണ്, നമ്മളിവിടെ കൊണ്ടുവന്നതാണ് നടാനായിട്ട്. പിന്നെ അതേ ആരാൻ്റെ അടുത്ത് കളഞ്ഞാണ് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പിഴാൻ പോവാണ്. എന്നോട് അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അത് നല്ല കളറല്ലേ. ഇപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും നടാം. നമ്മുടെ വീടിൻ്റെ പണിയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപാട് പണികൾ ഇനിയും ചെയ്യാനുണ്ട്. ഓക്കെ, നല്ല വേച്ചാ നമുക്ക് ഈ ചെടി എവിടെയും വെക്കാം. ഇത് ചെടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കുറച്ച് തടം എടുക്കുവാണ്. ഇവിടെ ഇതെന്തോ ഇഞ്ചിയോ മഞ്ഞളോ? ഇഞ്ചി ജിഞ്ചർ പ്ലാന്റ് ആണത്. കണ്ടില്ലേ?
ജിഞ്ചറൊക്കെ നമുക്ക് വീട്ടിലുണ്ട്. എവിടെ വരെയാണ് ഇപ്പോൾ അയാൾ ഇടാൻ പോകുന്നത്? അപ്പോൾ നമ്മുടെ ഇഞ്ചിക്ക് തടവെടുക്കുവാണ്. അല്ല ഇഞ്ചിയല്ലേ, ഇഞ്ചിക്ക് തടവെടുക്കുവാണ്. ഇനി മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ കണ്ട് ടെർമറിക്. ഇതാണ് നമ്മുടെ ടെർമറിക്. അയ്യോ മഞ്ഞൾ ഒത്തിരി വലുതായല്ലോ. ഈ വാഴയുടെ കമ്പെല്ലാം ഇതിൽ വീണ് കിടക്കുക. പക്ഷേ ഇത് വെട്ടിക്കളയണം. ഇതാണ് ടെർമറിക്. വാവ്, ഒത്തിരി വലുതായല്ലോ. ഇഞ്ചിയും ടെർമറിക്കും കണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ മഞ്ഞൾ ഒത്തിരി വലുതാവും. ഉണ്ടല്ലേ? ആ പിച്ചാത്തി എടുക്കാൻ പറയാമോ? ഇതിൻ്റെ കമ്പ് വെട്ടണം കുറച്ച്. ഇതങ്ങ് ഒത്തിരി വളർന്ന് താഴെ കിടക്കും. ഇതിൻ്റെ കമ്പ് വെട്ടണം. പിന്നെ ഈ വാഴയുടെയൊക്കെ കുറച്ച് കമ്പ് വെട്ടിക്കളയണം. എൻ്റെ ആ ചെടിയുടെ കമ്പ് വെട്ടണം. നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്തി. അതായത് ഞാനന്നിവിടെ ഒരു പൈനാപ്പിൾ നട്ടായിരുന്നു കേട്ടോ, ഓണത്തിന് വന്നപ്പോഴേ. വളരുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അത് വളരുന്നുണ്ട്. പൈനാപ്പിളൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല, നോക്കാം എന്തായാലും. ഇവിടെ കുറേ പൈനാപ്പിൾ നട്ടിട്ടുണ്ട്. ഇത് ഇനിയും ഇതൊക്കെ വളരുന്നുണ്ട്. പൈനാപ്പിൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല എന്തായാലും. പക്ഷേ ഇതും അവിടെ നിൽക്കുന്ന 2 ടൈപ്പാണെന്ന് തോന്നുന്നു. ഇതാ ഒരു പൈനാപ്പിളിൻ്റെ ഇതുകൂടെ ഉണ്ട് നടാനേ, ഇതുകൂടെ നടണം. ഓക്കെ, ഞങ്ങളുടെ അമ്മ വിളിക്കുന്നു. കറിവേപ്പ് നിൽക്കുന്നുണ്ട്. കറിവേപ്പും നമ്മുടെ കാന്താരി ബ്രേക്ക്ഫാസ്റ്റിന് സമയമാവുന്നു. അപ്പോൾ വിശക്കുന്നു. അമ്മ ചപ്പാത്തി ഉണ്ടാക്കുവാണ് അവിടെ. അപ്പോൾ കാന്താരിയൊക്കെ പിച്ചി കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കറിക്കകത്തിടാൻ. കറി എന്തോ എനിക്കറിയത്തില്ല. പിച്ചാത്തി കിട്ടിയോ? ആ ഓക്കെ, ഞാൻ വെട്ടിക്കളാം. ഈ വാഴയില്ലേ, ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ വെച്ചതാണ്. ഓണത്തിന് മുമ്പ്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം. ഈ വാഴ അങ്ങ് വളർന്നങ്ങ് പന്തലിച്ച് നോക്ക്. പക്ഷേ ഇത് മറ്റേ വാഴയാണ്, കദളി അല്ലേ, കദളിപ്പഴം. ഈ കദളിപ്പഴം ആർക്കും അത്ര താല്പര്യമില്ലാത്ത. അത് വെട്ടിക്കളയാം. കുറച്ചുകൂടെ വെട്ടിക്കോ, ഇല്ലേ വാഴയ്ക്കൊരു തടസ്സമാണ്. മതിയോ? രണ്ട് ഇതിൻ്റെ 2 കമ്പം വെട്ടിയൊക്കെ ഇനി ഞാൻ കിടക്കുന്നത്. ഇതില്ല, വാള് പോലെ അങ്ങ് വളരും ഇതിൻ്റെ കമ്പ്. അയ്യോ, അവരുടെ ഒരു വാഴ വീണല്ലോ. ആ, ഒരു വാഴക്കൊല കരിഞ്ഞു പോയല്ലോ. കണ്ടോ? അപ്പുറത്തെ വീട്ടുകാരുടെ ഒരു വാഴക്കൊല കരിഞ്ഞു പോയി. നോക്ക്, കരിഞ്ഞു. കണ്ടോ? ഇതെങ്ങനെ കരിഞ്ഞു? വീശിയതായിരിക്കാം. അപ്പം ഇവർക്ക് ഒരുപാട് വാഴയുണ്ട്. ഇവരുടെ വാഴ എപ്പോഴും വീണുകൊണ്ടിരിക്കുക, കാരണം പൊക്കം അങ്ങ് വയ്ക്കുകയല്ലേ. അതുപോലെ തന്നെ ഈ വാഴകളും മിക്കവാറും അല്ലേ, കുറച്ചുകൂടെ മേലോട്ടായാൽ അതങ്ങ് വീഴും. നമ്മുടെ മുരിങ്ങ അവിടെ നിൽപ്പുണ്ട്. ആ ഓക്കെ, പപ്പായുടെ കൂടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അല്ല, ഇനിയും കുറച്ചുകൂടെ ഏതാണ്ട് ചെടിയൊക്കെ നടാനുണ്ട്. അപ്പം ആ ചെടിക്കൊരു പൂവുണ്ട്, ഇതാ നോക്ക്, നല്ല ഭംഗിയില്ല കാണാൻ. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്.